കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോയല്ലേ, തമിഴ്നാട്ടിലെ കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമാണ്. കാരണം അവിടെ എന്തൊക്കെ നാടകീയതയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റിലും TVKയുടെ സർക്കാർ രൂപീകരണം സംബന്ധിച്ച സസ്പെൻസ് ഇപ്പോഴും നീളുകയാണ്. CPIM, CPI, VCK, മുസ്ലിം ലീഗ് കക്ഷികളുടെയൊക്കെ പിന്തുണയിൽ വിജയ് ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിനു ശേഷമാണ് പാതിരാ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ അരങ്ങേറിയത്. ഇന്നലെ ഗവർണർക്ക് വിജയ് നൽകിയ കത്തിൽ 116 പേരുടെ പിന്തുണ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നും TVK സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് ലോക് ഭവൻ അറിയിച്ചത്. അതേസമയം AMMK MLA കാമരാജ് TVKയ്ക്ക് പിന്തുണ കത്ത് നൽകിയിട്ടില്ലെന്ന വാദവുമായി TTV ദിനകരൻ രംഗത്ത് വന്നു. എന്നാൽ കാമരാജ് പിന്തുണ കത്ത് എഴുതുന്ന ദൃശ്യങ്ങൾ TVK പുറത്തുവിട്ടിട്ടുണ്ട്. കാര്യങ്ങൾ നമുക്ക് സുചന്ദ്രനോട് ചോദിക്കാം. ചെന്നൈയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് സുചന്ദ്രൻ. ക്ഷമിക്കണം സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. വലിയ നാടകീയതയും സസ്പെൻസുമാണ് തമിഴകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിജയ് ലോക് ഭവനിലെത്തി ഗവർണറെ കാണുന്നു. അതിനുശേഷം പിന്തുണ കത്തൊക്കെ കൈമാറുന്നു, തിരികെ വരുന്നു. അപ്പോൾ അതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ MA ബേബിയുടെ പ്രതികരണവും അതേപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിലെ ഇടതു പാർട്ടികളുടെ പ്രതികരണവും ഒക്കെ വന്നിരുന്നു. മതേതര സഖ്യത്തിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ള പ്രതികരണം അവർക്ക് നടത്തിയിരുന്നു. അപ്പം ഏറെക്കുറെ ഉറപ്പായിരുന്നു നാളെ, അതായത് ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ് എന്ന്. പക്ഷേ വിജയ് ലോക് ഭവനിലെത്തി 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടും ലോക് ഭവന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കുറിപ്പൊന്നും വരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് TTV ദിനകരന്റെ രംഗപ്രവേശനം വരുന്നതും അവരുടെ പിന്തുണയുമായി സംബന്ധിച്ച കാര്യങ്ങൾ വരുന്നതും എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയാൽ കൊള്ളാം എന്നുള്ള ദിനകരന്റെ പ്രതികരണമൊക്കെ വരുന്നതും അങ്ങനെ വീണ്ടും ഈ രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിയുകയൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ശരിക്കും തമിഴകത്ത് ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് സുചന്ദ്രൻ? TVKയുടെ ഒരു സ്റ്റാൻഡ് എന്താണ്? സേതു, ഇന്ന് രാവിലെ 11:30 ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്, ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വിജയുടെ സത്യപ്രതിജ്ഞ നടക്കും എന്നായിരുന്നു ഇന്നലെ വൈകുന്നേരം TVK ഉന്നത നേതൃത്വം നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചത്. വളരെ സന്തോഷത്തോടെ നമ്മൾ അവിടെ കാണാം എന്ന തരത്തിൽ ക്ഷണിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മഴയ്ക്കുള്ള പ്രവചനമൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ അവിടേക്ക് എത്തും അല്ലെങ്കിൽ മഴ തടസ്സപ്പെടുത്തുമോ എന്നൊക്കെ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഏതായാലും കത്തിരിവയിൽ കത്തി നിൽക്കുന്ന തമിഴ്നാട്ടിൽ ഇപ്പോൾ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് താമസിക്കുന്ന ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറി നിന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ആ പ്രതീക്ഷകളൊക്കെ നമുക്ക് അസ്ഥാനത്തായിരിക്കുകയാണ് ഇപ്പോൾ. കാര്യം അതിനുശേഷം അതിനാടകീയമായ അതീവ ഒരു തമിഴ് സിനിമയെ പോലെയുള്ള ത്രില്ലറാണ് പിന്നെ രാത്രി സംഭവിച്ചത്. പാതിരാ നാടകങ്ങൾ, പാതിരാ രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് പറയാം. ആകെ 116 പേരുടെ പിന്തുണ മാത്രമേ ഇപ്പോഴും വിജയിക്കുള്ളൂ എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുകയാണ്. 118 പേരുടെ പിന്തുണയും ഇല്ലാതെ ഈ കത്ത് നൽകാൻ, അതായത് സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് നൽകാനോ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കാൻ സെക്രട്ടേറിയറ്റിന് ഇന്റിമേഷൻ കൊടുക്കാനോ ലോക് ഭവൻ തയ്യാറാവുന്നില്ല. അതോടുകൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ വീണ്ടും കലങ്ങി മറിഞ്ഞത്. 3 തവണ വിജയ് ഇപ്പോൾ പോയി ഗവർണറെ കണ്ടു കഴിഞ്ഞു. 3ാമത്തെ തവണ ഏതാണ്ട് ഇത് ഒരു സെറ്റിലായി എന്ന തരത്തിലാണ്. വിജയ് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം CPIയുടെയും CPIMന്റെയും ഓഫീസുകളിലേക്ക് എത്തിയത്. വലിയ പ്രവർത്തക അനുഭാവി വൃന്ദങ്ങൾ അതിന് ചുറ്റുപാടും ബാരിക്കേഡുകൾക്ക് പുറത്തൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ ഇത് വന്നത്. ഏറ്റവും അവസാനം വന്ന ഒരു ഡെവലപ്മെന്റ് കൂടിയുണ്ട്. അതായത് ഈ TTV ദിനകരൻ ഇന്നലെ രാത്രി എത്തിയത് കാമരാജ് എന്ന അദ്ദേഹത്തിന്റെ MLA വിജയ്ക്ക് പിന്തുണ നൽകുന്നതായി ഒരു കത്തെഴുതി നൽകി എന്ന് വിജയ് വ്യാജരേഖ ഉണ്ടാക്കി എന്നുകൂടി ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ TVK ഒരു കത്ത് പുറത്തുവിടുന്നു. കാമരാജ് പിന്തുണ ഒരു വീഡിയോ പുറത്തുവിടുന്നു. കാമരാജ് പിന്തുണക്കത്ത് എഴുതി നൽകുന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. കാമരാജ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് TVK ആവർത്തിക്കുന്നു. കള്ളം പറയുന്നത്, വ്യാജം പറയുന്നത് TTV ദിനകരനാണെന്ന് പറയുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 5 MLAമാരെയും കോൺഗ്രസിന്റെ ഹൈദരാബാദിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അനിശ്ചിതത്വം തുടരുന്നു. ഓക്കെ സുചന്ദ്രൻ, ശരി.